ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് വിച്ച് കമ്മിറ്റി? പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷവും ഡേറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു ആസ് എ കണ്ടിന്യൂഷൻ ഓഫ് വിച്ച് കമ്മിറ്റി? ഏത് കമ്മിറ്റിയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഏതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ആരാണ്ട് ഓപ്ഷൻ ഏതാണ് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഏത് വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ മുൻഗാമിയാണ് ആരെന്ന് പറയുന്നത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ദേശീയ ആസൂത്രണ സമിതി എന്ന് പറയും. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The Advisory Planning Board was formed in 1946 by the interim government. 2. Chairman of the Advisory Planning Board was K.C. Newgi. 3. Planning Commission was formed under the guidance of the Advisory Planning Board. സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്ട് ശരിയായിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വല്ലതുണ്ടോ? അപ്പോൾ നോക്കാം. ഡി ആണ് ആൻസർ, ആൾ ഓഫ് ദി എബോവ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 46 വന്നു. അത് ഇന്ററിം ഗവൺമെൻറ്, അക്കാല ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് വന്നത്. പിന്നെ നമ്മൾ പഠിച്ചു എന്ത്? ദ ചെയർമാൻ ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന ആരായിരുന്നു? K.C. Newgi ആയിരുന്നു. പിന്നെ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഫോംഡ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഗൈഡൻസിലൂടെയാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് 5-year plans in India was inspired by which country? ഇന്ത്യയിൽ നടപ്പിലാക്കിയ 5-year പ്ലാൻസ് ഏത് രാജ്യത്തിൻ്റെ ഇൻസ്പിറേഷൻ, ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ 5-year പ്ലാൻസിൻ്റെ ഇൻസ്പിറേഷനിൽ നിന്നാണ് ഉണ്ടായത്? അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. വെൻ വാസ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ്? അതും എളുപ്പമല്ലേ, ഇപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കണ്ണുടച്ച് ആൻസർ പറയാൻ പറ്റും. ഏതാണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഓപ്ഷൻ സി ആണ്, March 15, 1950. 1950 മാർച്ച് 15 നിലവിൽ വന്നത്. എളുപ്പമല്ലേ? അടുത്ത് നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പ്ലാനിംഗ് കമ്മീഷന്റെ നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും മികച്ച, അല്ലേ, ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് വാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇറ്റ് വാസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇറ്റ് വാസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അഡ്വൈസറി ബോഡി. ഇതിനകത്ത് ഏതാണ് ഏറ്റവും നല്ല സ്റ്റേറ്റ്മെന്റ്? പ്ലാനിംഗ് കമ്മീഷനുമായി നേച്ചറുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. പക്ഷേ ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അഡ്വൈസറി ബോഡിയുമാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 3 ഓൺലിയാണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ ആൻസർ വരേണ്ടത്? ഓപ്ഷൻ സി ആണ് 3. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അത് മൂന്നാമത്തെ സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. Where was the headquarters of the Planning Commission located? പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് സ്ഥലം ചോദിക്കാം, അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ചോദിക്കാം. ഓപ്ഷൻ അല്ലേ, സൻസദ് ഭവൻ, യോജന ഭവൻ, രാഷ്ട്രപതി ഭവൻ, നോർത്ത് ബ്ലോക്ക്. ഏതാണ്? ആ ഓപ്ഷൻ ബി അല്ലേ ആൻസർ? ഓപ്ഷൻ ബി ആണ്, യോജന ഭവൻ. നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചെയർമാൻ ആണ്, അവർക്ക് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ഹു ഹെൽഡ് ദ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷൻ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി അല്ലേ? നോക്കിയേ, ഓപ്ഷൻ ഡി അല്ലേ? ഗുൽസാരി ലാൽ നന്ദയാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് ചോദിക്കും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് കമ്മീഷൻ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ലാൽ ബഹദൂർ ശാസ്ത്രി വാസ് ദ സെക്കൻഡ് ചെയർമാൻ. ഗുൽസാരി ലാൽ നന്ദ സർവ്ഡ് ആസ് ദ ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി പ്ലാനിംഗ് കമ്മീഷൻ രണ്ടാമത്തെ ചെയർമാൻ ആയിരുന്നു.
ഗുൽസാരി ലാൽ നന്ദ ഇതിൻ്റെ ആക്ടിംഗ് ചെയർമാൻ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പഠിച്ചല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി അല്ലേ വരേണ്ടത്. ഓൾ ഓഫ് ദി എബവ്, ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അല്ലേ. എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. ഹൂ സെർവ്ഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഫോർ ദ ലോങ്സ്റ്റ് ഡ്യൂറേഷൻ? ഏറ്റവും കൂടുതൽ കാലം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചത് ആരാണ് അല്ലേ? നമ്മൾ പഠിച്ചു. ആരാണ്ടേ, മറ്റാരുമല്ല, ഫസ്റ്റ് ചെയർമാൻ തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസൈൻ ഫ്രം ദ പോസ്റ്റ് ഓഫ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? ഈ ചെയർമാൻ സ്ഥാനം, പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം ആദ്യമായി രാജിവെക്കേണ്ടി വന്ന പ്രൈം മിനിസ്റ്റർ ആരാണ്? അത് മറ്റാരുമല്ല, ആരാണ്? ഓപ്ഷൻ ബി ആണ്, നമ്മൾ പഠിച്ചതാണ്, മൊറാർജി ദേശായി അല്ലേ, മൊറാർജി ദേശായി. ഹു വാസ് ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹു വാസ് ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? അതാരാണ്? പ്രണബ് മുഖർജി ഉണ്ട്, മൻമോഹൻ സിംഗ്, മൊണ്ടേക് സിംഗ് ആലുവാലിയ, സിന്ധു ശ്രീ ഖുള്ളാർ. ആരാണ്ടേത്? മൊണ്ടേക് സിംഗ് ആലുവാലിയ. ഓപ്ഷൻ സി അല്ലേ ആൻസർ? നോക്കാം, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെയർ ദ പാർട്ട് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ആ പ്ലാനിംഗ് കമ്മീഷന്റെ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ, ഫുൾ ടൈം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക് എക്സ്പേർട്സ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അതുപോലെ മെമ്പർ സെക്രട്ടറി. ഇതാരൊക്കെയാണ് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. ഈ പറയുന്നതെല്ലാം ഇതിന്റെ മെമ്പേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ സ്ട്രക്ചറിൽ വരുന്നവരാണ്. ഇതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ട്, ഫുൾ ടൈം മെമ്പേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് എക്സ്പേർട്സ് ആണ്, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ മെമ്പേഴ്സ് ആണ്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് നോക്കിക്കോണം കേട്ടോ, കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് ആണോ നോക്കിക്കോണം. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ബുക്സ് പഠിച്ചില്ലേ, ആ ബുക്സും അതിന്റെ ഓതേഴ്സും തന്നിരിക്കുകയാണ്. അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ദ ബുക്ക് ഇന്ത്യ ഡിവൈഡഡ് വാസ് ഓതേർഡ് ബൈ ലാലാ ലജ്പത് റായ്. R.C. Dutt is credited with the writing Economic History of India. Imagining India is a work of Indian entrepreneur and co-founder of Infosys, Nandan Nilekani. അപ്പോൾ ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 and 3 ആർ കറക്റ്റ്. 2 and 3 ആർ കറക്റ്റ്. 2, 3 ശരിയാണ്. ബുക്ക് ഇന്ത്യ ഡിവൈഡഡ് ലാലാ ലജ്പത് റായ് അല്ല, ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്നത്. 2, 3 ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയത് R.C. ദത്തും അതുപോലെ ഇമാജിനിങ് ഇന്ത്യ എഴുതിയത് നന്ദൻ നിലേക്കനിയുമാണ്. അത് ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, which of the following is an alternative name of the planning commission? Planning commissionന്റെ ബദൽ നെയിം എന്താണ്? which of the following is an alternative name for the planning commission? നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച്, ഓൾ ഓഫ് ദി അബവ്. ഏതാണ്ട് പ്ലാനിംഗ് കമ്മീഷന്റെ മറ്റൊരു പേര് ഏതാണ്? ഇതെല്ലാം എന്ത് പ്ലാനിംഗ് കമ്മീഷന്റെ മറ്റൊരു പേരാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. On what date was planning commission officially dissolved? ഏത് ഡേറ്റിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഔദ്യോഗികമായി പിരിച്ചുവിടപ്പെട്ടത്? നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ആൻസർ പറയാൻ പറ്റുമല്ലോ. ഓപ്ഷൻ ബി അല്ലേ, August 17, 2014 അല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന സ്ഥാപനം ഏതാണ്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷന് ബദലായി വന്ന സ്ഥാപനം ഏതാണ് അല്ലേ? നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാം, നീതി ആയോഗ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ നമ്മൾ പറയും. അപ്പോൾ അതിലവിടെയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക, നീതി ആയോഗ്. ഓപ്ഷൻ സി ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപിതമായത്? വർഷം ഡേറ്റും അറിയാമല്ലോ ഇപ്പോൾ. ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, August 6, 1952 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ. ഇതുമായി ബന്ധപ്പെട്ട് NDCയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The primary purpose of NDC was to support 5-year plans formulated by the Planning Commission. അല്ലേ, NDCയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് ചെയ്യുന്ന 5-year പ്ലാൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. The NDC was also known as രാഷ്ട്രീയ വികാസ് പരിഷത്ത്. NDC are the final authority to approve the 5-year plans. NDCയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണോ അതോ ഇതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടോ നോക്കിയേ. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. NDCയുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ? NDCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി, ഗുൽസാരി ലാൽ നന്ദ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. NDC 52-ലാണ് വന്നത്.
NDCയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. When was the last meeting of the National Development Council held? NDCയുടെ അവസാന മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, അവസാന മീറ്റിംഗും പഠിച്ചിട്ടുണ്ട് നമ്മൾ. അവസാന മീറ്റിംഗ് എന്നായിരുന്നു എന്ന് ഓപ്ഷൻ സി ആണോ? നോക്കിയേ. ഡിസംബർ 21, 2002, ജനുവരി 1, 2016, ഡിസംബർ 27, 2012, നവംബർ 8, 1952. ഓപ്ഷൻ സി അല്ലേടെ? ഓപ്ഷൻ സി ആണ്. ഡിസംബർ 27, 2012, നവംബർ 8, 1952 ആണെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അവസാന മീറ്റിംഗ് 27. എന്തിന്? 12th 5-year പ്ലാൻ 12. അപ്പോൾ 2012 അപ്പോൾ ഓർക്കുക, 12ാം പഞ്ചവത്സര പദ്ധതിക്ക് അപ്രൂവൽ നൽകുന്നതിന് വേണ്ടി ആണിത് അവസാനമായിട്ട് ചേർന്നത്. Which body's powers were transferred to the governing council of നീതി ആയോഗ്? താഴെ തന്നിരിക്കുന്ന ഏത് ബോഡിയുടെ പവർ, അധികാരങ്ങളാണ് പിൽക്കാലത്ത് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്? ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു സ്ഥാപനത്തിന്റെ ഡ്യൂട്ടിയും നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ ഡ്യൂട്ടിയും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതിന്റെ പവറാണ്ടേ? മറ്റാരുമല്ല, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലേ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കേ. കറക്റ്റ് കോമ്പിനേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെയർ ദ മെമ്പേഴ്സ് ഓഫ് ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ? താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, മെമ്പേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഏതാണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 1, 2, 3 and 4 ഇവരെല്ലാം ഏതിലെ മെമ്പേഴ്സ് ആണ്? ഈ 4 പോയിന്റ്സും ഏതിലെ മെമ്പേഴ്സ് ആണ്? NDCയുടെ മെമ്പേഴ്സ് ആണ്. പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഉണ്ട്. ഇവരെല്ലാം അതിലെ മെമ്പേഴ്സ് ആണ്, ഓർത്തിരിക്കുക. ഹു ഇസ് ദ ആഥർ ഓഫ് ദ ബുക്ക് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ? ഒരുപാട് തവണ ചോദിച്ച് ഉപ്പാട് വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എഴുതിയത് ആരാണ്? ഒരിക്കലും തെറ്റിക്കരുത്, മറ്റാരുമല്ല. ആരാണ്ടേ? എം വിശ്വേശ്വരയ്യാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യാണ് ഇതിന്റെ ഓഥർ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ബുക്കും ഓതേഴ്സും തന്നിട്ടുണ്ട്, മാച്ച് ചെയ്യണം. ഇക്കോണമി ഓഫ് പെർമനൻസ് നമുക്കറിയാം. ആരാണ്ട് എഴുതിയത് ഇക്കോണമി ഓഫ് പെർമനൻസ്? JC കുമരപ്പയാണ് അല്ലേ? നമ്മൾ ആൾറെഡി പഠിച്ച മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അടുത്തത് ഫ്രീഡം അണ്ടർ പ്ലാനിംഗ്. ഫ്രീഡം അണ്ടർ പ്ലാനിംഗ് എഴുതിയത് ആരാണ്? ബാർബറ വുട്ടൺ അല്ലേ? ഇനി സുഭാഷ് ചന്ദ്രബോസ് ദ പാനിയർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് നമ്മൾ പഠിച്ചു. ആരാണ്? മധു ദണ്ഡവാഡയാണ്. അപ്പോൾ ഒന്നാമത്തേന് മാച്ച് ചെയ്യുന്ന ഏതാണ്? 1 B ആണ്. ബി വരുന്ന ഏതൊക്കെയാണ്? 2 എണ്ണമാണ്. അപ്പോൾ 1 B ആണെങ്കിൽ ബാക്കി ഇത് 2 വരില്ലല്ലോ, നമുക്ക് വെട്ടിക്കളയാം. 1 B. 2 ആണെങ്കിലോ C ആണ്. 2 C. ഇവിടെ തന്നെ ആൻസർ കിട്ടി. ഇവിടെ 2 A ആണ്. അപ്പോൾ അതുമല്ല. മൂന്നാമത്തെ ഒന്നുകൂടെ നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് A ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. ഇക്കോണമി പെർമനൻസ് എഴുതിയത് ആരാണ്? JC കുമരപ്പ. ഫ്രീഡം അണ്ടർ പ്ലാനിംഗ് ആരാണ്ട്? ഫ്രീഡം അണ്ടർ പ്ലാനിംഗ് ബാർബറ വുട്ടൺ. സുഭാഷ് ചന്ദ്രബോസ് ദ പാനിയർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് മധു ദണ്ഡവാഡെ. ഓക്കെ. The book Role of Planning in Industrial Development was written by. Role of Planning in Industrial Development അല്ലേ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? KN രാജ്, R വെങ്കട്ടരാമൻ, M വിശ്വേശ്വരയ്യ, മധു ദണ്ഡവാഡെ. ആരാണ്? ഓപ്ഷൻ ബി ആണ്. R വെങ്കട്ടരാമൻ ആണ്. ഓക്കെ. വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. കണ്ടക്ട് ഇലക്ഷൻസ്, promote rapid and balanced economic development, to manage the country's defense, to formulate foreign policy. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ടു പ്രൊമോട്ട് റാപ്പിഡ് ആൻഡ് ബാലൻസ്ഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ശരിയല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ആൻസർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ പറയുമ്പോഴേ ഓപ്ഷൻസ് വായിച്ചു നോക്കി ആൻസർ സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഇതുവരെ കാത്തു നിൽക്കാതെ സ്വന്തമായിട്ട് പറയാൻ പറ്റണം. ഓക്കെ. ഹൂ സർവ്ഡ് ദ ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഫോർ ദ ഷോർട്ടസ്റ്റ് പീരീഡ്? അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ട് ഏറ്റവും കുറച്ചു കാലം ഇരുന്നത് ആരാണ്? നമ്മൾ പഠിച്ചതാണ്. മൊറാർജി ദേശായി, ചരൺ സിംഗ്, ലാൽ ബഹാദൂർ ശാസ്ത്രി, PV നരസിംഹറാവു. ഇവരെല്ലാം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻമാരായിരുന്നു. അതിൽ ഷോർട്ടസ്റ്റ് പീരീഡിൽ ഇരുന്നത് മറ്റാരുമല്ല, ചരൺ സിംഗ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ചരൺ സിംഗ്. കൺസിഡർ ദി ഫോളോയിങ് ഇൻഡിവിജ്വൽസ് ഹൂ സർവ്ഡ് ആസ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതില് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിച്ചുള്ളത് ആരൊക്കെയാണ്? അറേഞ്ച് ദം ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ആരാണ്? ഗുൽസാരി ലാൽ അല്ലെ? VT കൃഷ്ണമാചാരി, CM ത്രിവേദി, ഗുൽസാരി ലാൽ നന്ദ. ഇവർ 3 പേരും എന്താണ്? പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻമാരായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. അത്
ആദ്യം പിന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം വന്നതാര്, അതിനുശേഷം വന്നതാര്, അങ്ങനെ എഴുതാനാണ് ചോദ്യം. ആദ്യം വന്നതാരുമല്ല ഗുൽസാരി ലാൽ നന്ദ, 3 ആദ്യം വരേണ്ടത്. ഇപ്പം 3 വരേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വെട്ടാം. ഇനി രണ്ടാമതാരാണ്ടേ വരുന്നത് VT കൃഷ്ണമാചാരി അല്ലേ, VT കൃഷ്ണമാചാരിയാണ്. അപ്പോൾ 1. അടുത്ത 2 CM ത്രിവേദിയാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആദ്യം ഗുൽസാരി ലാൽ നന്ദയായിരുന്നു, രണ്ടാമത് വന്നത് ആരാണ്, VT കൃഷ്ണമാചാരി നമ്മൾ പഠിച്ചു, 3 CM ത്രിവേദിയാണ്. പിന്നെ ഓർക്കുക 13, 14, 20 സ്ഥാനത്തുള്ള ആളുകളുടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ, അതിന്റെ പ്രത്യേകത ഓർത്തു വച്ചിരിക്കണം. ദ ലാസ്റ്റ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ, അടുത്ത സമയത്ത് ഒരു എക്സാമിന് ചോദിച്ചാണ് ലാസ്റ്റ് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ അല്ല കേട്ടോ, ലാസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, ഓപ്ഷൻ ഡി അല്ലേ, നരേന്ദ്രമോദിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ചെയർമാൻ. ഹു വാസ് ദ ലാസ്റ്റ് മെമ്പർ സെക്രട്ടറി ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ, ആ മെമ്പർ സെക്രട്ടറിയാണ് പിന്നീട് നീതി ആയോഗിന്റെ CEO ആയിട്ട് മാറിയത്, നിയോഗിക്കപ്പെട്ടത്. ആരാണത്, ലാസ്റ്റ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളാർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Which of the following was a key objective of the planning commission? പ്ലാനിംഗ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ ഒബ്ജക്റ്റീവ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? To classify BPL APL on an individual basis, to classify BPL APL on a household basis, to only consult with the central government for planning, to focus resources only on developed states. ഏതാണ്ടേ പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൃത്യമായിട്ട് ക്ലാസ് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ ബി ആണ്. ക്ലാസിഫൈ BPL APL ഓൺ എ ഹൗസ് ഹോൾഡ് ബേസിസ്, ഇൻഡിവിജ്വൽ ബേസിസ് അല്ല, ഹൗസ് ഹോൾഡ്. ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ ഹൗസ് ഹോൾഡ് ബേസിസിലാണ്. ഹൗസ് ഹോൾഡ്, ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ സാധാരണക്കാരനായ വ്യക്തി, ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ ഒരു ഷെൽട്ടറിൽ അധിവസിക്കുന്ന ആളുകളെയാണ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയാകാം, ഒന്നിലധികം വ്യക്തികളാകാം, ഒരു വീട്ടുകാരൻ എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ ആ വീട്ടുകാരുടെ APL BPL ക്ലാസിഫിക്കേഷൻ ആണ് നീതി ആയോഗ് നടത്തുന്നത്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും സാധാരണ അല്ലാതെയുള്ള വ്യക്തികളുടെ അല്ല എടുക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വാസ്, ലാസ്റ്റ് മീറ്റിംഗ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു, ഓപ്ഷൻ ബി ആണോ നോക്ക്, നവംബർ 8, 1952. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ. ഇപ്പോൾ നവംബർ 8, 1952 ഓക്കെ. വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ? NDCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഫോർമുലേറ്റ് ദ 5-year പ്ലാൻസ് ഫ്രം സ്ക്രാച്ച്, ടു ഗിവ് ഫൈനൽ അപ്രൂവൽ ടു ദ 5-year പ്ലാൻസ്, ടു ഡിസോൾവ് ദ പ്ലാനിംഗ് കമ്മീഷൻ, ടു ഡയറക്ട്ലി ഇംപ്ലിമെന്റ് ദ പ്ലാൻസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഏതാണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് NDCയുടെ ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി ആണ്. ടു ഗിവ് ഫൈനൽ അപ്രൂവൽ ടു ദ 5-year പ്ലാൻസ്, 5-year പ്ലാൻസിന് ഫൈനൽ അപ്രൂവൽ നൽകുക എന്നതാണ് നമ്മൾ പഠിച്ചു. The body that replaced the National Development Council is, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന സ്ഥാപനം, ചാടിക്കേറി പെട്ടെന്ന് ആൻസർ ചെയ്ത് കളയരുത്, നന്നായിട്ട് വായിച്ചു നോക്കുക. NDCക്ക് പകരം വന്ന സ്ഥാപനം ഏതാ? നീതി ആയോഗ് ഉണ്ട്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ട്, സോണൽ കൗൺസിൽ ഉണ്ട്, ഗവേണിംഗ് കൗൺസിൽ. അപ്പൊ ഗവേണിംഗ് കൗൺസിൽ അല്ലേ അതിന് പകരം വന്ന സ്ഥാപനം? ഓപ്ഷൻ ഡി ആണ്, ഗവേണിംഗ് കൗൺസിൽ. പ്ലാനിംഗ് കമ്മീഷൻ NDC ചെയ്തിരുന്ന ഡ്യൂട്ടിയാണ് പിന്നെ നീതി ആയോഗിൽ ആര് ചെയ്യുന്നത്? ഗവേണിംഗ് കൗൺസിൽ. മീൻസ് 5-year പ്ലാൻസ് ഇല്ല എങ്കിൽ കൂടിയും അവരുടെ പ്ലാൻസ് ഒക്കെ അപ്രൂവ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഗവേണിംഗ് കൗൺസിൽ. NDC പോലെ തന്നെ ഗവേണിംഗ് കൗൺസിലും എന്ത് ചെയ്യുന്നുണ്ട്? നീതി ആയോഗിന് വേണ്ട അഡ്വൈസും ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന സ്ഥാപനമാണ്. അർത്ഥത്തിലാണ് പറഞ്ഞത്. ഓക്കെ. KN Raj authored which of the following books related to planning? അപ്പോൾ KN Raj എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. ഫസ്റ്റ് 5-year പ്ലാൻസിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കിയത് KN Raj ആണ്. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, എംപ്ലോയ്മെന്റ് ആസ്പെക്ട്സ് ഓഫ് പ്ലാനിംഗ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ. എംപ്ലോയ്മെന്റ് ആസ്പെക്ട്സ് ഓഫ് പ്ലാനിംഗ് ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് KN Raj. നോക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് എന്ത് കറക്റ്റ് പിന്നെ ഓപ്ഷൻസ് ആൻസർ ചെയ്യാം. Statement 1. The Planning Commission was an advisory body created by an executive resolution. Statement 2. The National Development Council was the supreme authority for the development decisions and plan approval. ഏതാണ്ട് ആൻസർ എ ആണ്. Both statements are true. 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ശരിയാണോ ഇവിടെ? 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നോക്കിയേ. പ്ലാനിംഗ് കമ്മീഷൻ വാസ് ആൻ അഡ്വൈസറി ബോഡി പഠിച്ചു. ക്രിയേറ്റഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാബിനറ്റ് കൂടി, ക്യാബിനറ്റിന്റെ ഒരു പ്രമേയത്തിലൂടെയാണ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കൂടി ഒരു പ്രമേയത്തിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത്. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ അല്ല അത് വരുന്നത്. അല്ലെ, നിയമത്തിലൂടെയല്ല അത് വരുന്നത്, നിയമം പാസ്സാക്കുന്ന പാർലമെന്റിലൂടെയല്ല വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വാസ് ദ സുപ്രീം അതോറിറ്റി പഠിച്ചതാണ് ഫോർ ദ ഡെവലപ്മെന്റ് ഡിസിഷൻസ് ആൻഡ് പ്ലാൻ അപ്രൂവൽ. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത നോക്ക്, ഹു എമംഗ് ദി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് ലേറ്റർ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ താഴെ കുറച്ച് പേരുകൾ, 3 പേരുകൾ തന്നിട്ടുണ്ട്.
അതിൽ ആരൊക്കെ എന്ത് ചെയ്തു? ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു, പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു. പിൽക്കാലത്ത് എന്തായി മാറി? പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറി. PV നരസിംഹറാവു ഉണ്ട്, മൻമോഹൻ സിംഗ് ഉണ്ട്, പ്രണബ് മുഖർജി ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാം. പ്രണബ് മുഖർജി എന്തായാലും പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് ആണ്. ഇവിടെ പ്രൈം മിനിസ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരേണ്ടത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നരസിംഹറാവും മൻമോഹൻ സിംഗും. എന്നാൽ പ്രസിഡന്റ് ആയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ആരാണ്? പിന്നെ ഇതിന്റെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട്, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് പ്രസിഡന്റ് ആയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? പ്രണബ് മുഖർജിയാണ്. ഓക്കെ. The Golden Jubilee 15th meeting of the NDC was held in which year? ഏത് വർഷമാണ് 50ാമത് മീറ്റിംഗ് അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലി മീറ്റിംഗ് കൂടിയത്? ഏതിൻ്റെ? NDCയുടെ. എന്താണ്? 52-ൽ വന്നു. 50 വർഷം കൂടെ കൂട്ടിയാൽ മതി. 2002 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. One of the objectives of the NDC was to ensure state cooperation in the implementation of the plan. This was primarily achieved through the inclusion of which members? One of the objectives of the NDC was to ensure state cooperation in the implementation of the plan. മനസ്സിലായി കാണുമല്ലോ. This was primarily achieved through the inclusion of which members? അപ്പോൾ സ്റ്റേറ്റ് കോർപ്പറേഷൻ ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ് NDCയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ സ്റ്റേറ്റ് കോർപ്പറേഷൻ ഉറപ്പാക്കാൻ താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ ഉൾപ്പെടലാണ്, ആരുടെ സഹായമാണ് NDC തേടുന്നത്? ഫുൾ ടൈം എക്കണോമിക് എക്സ്പേർട്സ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ദ മെമ്പർ സെക്രട്ടറി. അല്പം ഒന്ന് ആലോചിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. എന്നാൽ പെട്ടെന്ന് ഈസി ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ്. കാരണം എന്താണ്? സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ കോർപ്പറേഷൻ വേണം. വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമില്ലാതെ പോകണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഒരു സഹകരണം വേണം. ആ സഹകരണം ഉറപ്പാക്കണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ തലവൻ ആരാണ്? സംസ്ഥാനങ്ങളുടെ ഭരണത്തലവൻ എന്ന് പറയുന്നത് എന്താണ്? ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ അവരുടെ, കാരണം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ സഹായം വേണം. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഇൻക്ലൂഷൻ ഉറപ്പാക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ടേം സൂപ്പർ ക്യാബിനറ്റ് വാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ്, അല്ലേ? താഴെ തന്നിരിക്കുക സൂപ്പർ ക്യാബിനറ്റ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനെ അല്ലേ വിളിച്ചത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദാ കുറച്ച് ഈവൻസ് തന്നിട്ടുണ്ട്. അത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് ചോദിക്കും. ക്രോണോളജിക്കൽ ഓർഡർ, കാലഗണനക്രമത്തിൽ എഴുതുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നമുക്കറിയാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ 1950. അടുത്ത ഫോർമേഷൻ ഓഫ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 46 അല്ലേ? സംശയമുണ്ടോ? 46. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നാണ്? 1952 വർഷം. ഡിസൊല്യൂഷൻ അല്ലേ? ഡിസൊല്യൂഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ഡിസോൾവ് ചെയ്യപ്പെട്ടത് എന്നാണ്? 2014. ഇതിൽ ആദ്യം നടന്ന എന്നാണ്? ഫോർമേഷൻ ഓഫ് പ്ലാനിംഗ് ബോർഡ് 46. അപ്പോൾ 2 അല്ലേ ആദ്യം വരേണ്ടത്? 2 വരുന്നത് 2 വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് വേണ്ട. അപ്പോൾ 2. അടുത്ത വരുന്ന എന്താണ്? അടുത്ത വർഷം 50 പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ 1 ആണ് വരേണ്ടത്. 1 കണ്ടോ? 2 1 വന്നിട്ടുണ്ട്. അടുത്ത വരേണ്ടത് ഏതാണ്? 3 ആണ്. 3 ഉണ്ട്. അടുത്ത വരേണ്ടത് 4 അല്ലേ? 4. അപ്പോൾ 2 1 3 4. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതണമെങ്കിൽ വർഷം അറിഞ്ഞിരുന്നാൽ മതി. 1ന്റെയോ 2ന്റെയോ വർഷമൊക്കെ അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ജോസഫ് സ്റ്റാലിൻസ് 5-year plans which inspired India's planning were first adopted in. അപ്പോൾ ഇന്ത്യയുടെ പ്ലാനിങ്ങിന് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ 5-year plans. അത് എന്നാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്? 27-28 കൃത്യമായി പറഞ്ഞാൽ 28 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഓപ്ഷൻ ബി. ഹൂ ചെയർഡ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ദാറ്റ് ഗൈഡ് ദ ഫോർമേഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷന്റെ ഫോർമേഷനിലേക്ക് ഗൈഡൻസ് കൊടുത്ത ഒരു സ്ഥാപനമാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി അല്ലേ നമ്മൾ പഠിച്ചത്? KC നിയോഗി. KC നിയോഗി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ശ്രദ്ധിക്കുക, താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. നോക്ക്. The last meeting of the NDC was held to approve the 12th plan. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. The chairman of the NDC was the prime minister. അതും ശരിയാണ്. അപ്പൊ ഇനി ഒന്നല്ലേ ഉള്ളത്? തെറ്റായിരിക്കുമല്ലോ. The last meeting of the NDC was held on December 27, 2011 ആണോ? The last meeting of NDC എന്ന് പറയുന്നത് 2012 അല്ലേ? 2012 ഡിസംബർ 27. അപ്പോൾ ഇതാണ് തെറ്റ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. The powers of NDC was transferred to Governing Council of Niti Aayog. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ആണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. The Planning Commission was responsible for identifying
anti-economic development activities and providing recommendations. These functions fall under its role. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ വാസ് റെസ്പോൺസിബിൾ. പ്ലാനിംഗ് കമ്മീഷൻ റെസ്പോൺസിബിൾ ആണ് എന്തിന്? ഫോർ ഐഡന്റിഫൈങ് ആന്റി ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക മാത്രമല്ല, പിന്നെയോ വികസന വിരുദ്ധ ആന്റി ഇക്കണോമിക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, രാജ്യത്തിന്റെ വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. ആൻഡ് പ്രൊവൈഡിങ് റെക്കമെൻഡേഷൻ, എന്നിട്ട് ശുപാർശകൾ നൽകുക. ഇതും ആരുടെ ഫംഗ്ഷനാണ്? പ്ലാനിംഗ് കമ്മീഷന്റെ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ താഴെ തന്നിരിക്കുന്ന അവരുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റോൾസിൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? എക്സിക്യൂട്ടീവ് ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അഡ്വൈസറി ബോഡി, ജുഡീഷ്യൽ ബോഡി. ഇവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് അഡ്വൈസ് കൊടുക്കാനേ പറ്റും. അപ്പോൾ എന്താണ്? അഡ്വൈസറി ബോഡി. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരുടെ അഡ്വൈസറി ബോഡിയുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലായില്ലേ? അത് ഉപദേശങ്ങൾ കൊടുക്കുക, ഇത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയുടെ ഡ്യൂട്ടിയാണ്. കാരണം പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തി റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അഡ്വൈസറി ബോഡിയുടെ ഡ്യൂട്ടിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യോജന ഭവൻ, പിന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യോജന ഭവനാണ്. ആ യോജന ഭവൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാണ്? മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഡി ആണ് ആൻസർ. ഫ്രം ദ ലിസ്റ്റ് പ്രൊവൈഡഡ്, ഹൂ വാസ് ദ 20th ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ? കണ്ടോ, പ്ലാനിംഗ് കമ്മീഷൻ 20ാമത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ആ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ പഠിച്ചു. അദ്ദേഹമാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അപ്പോൾ മറ്റാരുമല്ല, ഓപ്ഷൻ സി അല്ലേ? പ്രണബ് മുഖർജിയാണ്. ഓപ്ഷൻ സി ആണ്, പ്രണബ് മുഖർജി. പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ലിസ്റ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ടു യൂസ് കൺട്രീസ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, അത് ഇവരുടെ എന്താണ്? ഒബ്ജക്റ്റീവാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവാണ്. ടു എയിം ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, അതും ഒബ്ജക്റ്റീവാണ്. ടു കൺസൾട്ട് വിത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, ആരുമായിട്ട്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നതും ഇവരുടെ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ടു യൂസ് കൺട്രീസ് റിസോഴ്സ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, ടു എയിം ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ടു കൺസൾട്ട് വിത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നീതി ആയോഗ് വാസ് ഫോംഡ് ഓൺ, നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഓഗസ്റ്റ് 17, 2004, ഡിസംബർ 27, 2012, ജാനുവരി 1, 2015, ജാനുവരി 1, 2016. നീതി ആയോഗ് എന്നാണ്? ജാനുവരി 1, 2015. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. The inclusion of chief ministers or administrators of union territory was feature of the composition of. അപ്പോൾ ഏത് താഴെ തന്നിരിക്കുന്ന കുറച്ച് ഓർഗനൈസേഷൻ ഉണ്ട്, അതിൽ ഏത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിലാണ് ചീഫ് മിനിസ്റ്റേഴ്സ്, യൂണിയൻ ടെറിട്ടറീസിന്റെ ചീഫ് മിനിസ്റ്റേഴ്സും അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉൾപ്പെടുന്നത്? അവരുടെ കോമ്പോസിഷൻ ഉള്ളത് ഏതിലാണ്? NDC-യിലല്ലേ? ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓൺലി. ഓപ്ഷൻ ബി ആണ്, NDC-യിലാണ്. അല്ല, പ്ലാനിംഗ് കമ്മീഷൻ അല്ല, പിന്നെ എവിടെയാണ്? NDC-യിലാണ് അവർ ഉൾപ്പെടുന്നത്. The phrase corner store of national development was associated with, ഒരു ഫ്രൈസ് ആണ്. എന്ത്? ദേശീയ വികസനത്തിന്റെ മൂലക്കല്ല് അല്ലെങ്കിൽ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി തന്നെ നോക്കിയേ. ഓപ്ഷൻ സി അല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ. ദ പ്രൈമറി ഗോൾ ഓഫ് ദ 5-year plans വാസ്, 5-year പ്ലാൻസിന്റെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ്? To achieve all national targets within a single 5-year plan period, to prioritize a specific sector and achieve target within 5 years, focus exclusively on industrial development, focus exclusively on agriculture development. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 5-year പ്ലാൻസിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഇതാണ്. പ്രയോറിറ്റൈസ്, മുൻഗണന കൊടുക്കുക. സ്പെസിഫിക് സെക്ടർ, ഒരു മേഖലയെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന കൊടുക്കുക. ആൻഡ് അച്ചീവ് ദ ടാർഗറ്റ്, വികസനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുക വിത്തിൻ 5 years, 5 വർഷത്തിനുള്ളിൽ. ഇത് ഈ 5-year പ്ലാൻസ്, അതാണ് ഗോൾ ഓഫ് 5-year പ്ലാൻസ് എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് പ്ലാൻ വാസ് അപ്രൂവ്ഡ് ഇൻ ദ ലാസ്റ്റ് മീറ്റിംഗ് ഓഫ് NDC? NDCയുടെ ലാസ്റ്റ് മീറ്റിംഗിൽ ഏത് 5-year പ്ലാൻ ആണ് അപ്രൂവ് ചെയ്തത്? ഈസി ക്വസ്റ്റ്യൻ ആണ്, സില്ലി ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചതാണ്. ഏത്? 12th പ്ലാൻ ആണ്. 12th പ്ലാൻ 2012 മുതൽ 17 വരെയുള്ള 12ാം പഞ്ചവത്സര പദ്ധതി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ലാസ്റ്റ് മീറ്റിംഗ്, NDCയുടെ ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് NDC? താഴെ തന്നിരിക്കുന്നതിൽ NDCയുടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുക. നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് NDC.
ടു എൻഷുർ സ്റ്റേറ്റ് കോർപ്പറേഷൻ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ അത് ഉണ്ട്. ടു കണ്ടക്ട് റിസോഴ്സ് മൊബിലൈസേഷൻ സർവേ അത് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് പഠിച്ചതാണ്. ടു ഫോർമുലേറ്റ് കൺട്രീസ് ഫോറിൻ പോളിസി അല്ല. ടു ഇംപ്ലിമെന്റ് ആക്ഷൻസ് ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് അതും NDCയുടെ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഫോറിൻ പോളിസി മേക്ക് ചെയ്യുന്ന NDC ആണോ? അല്ല. എക്കണോമിക് പോളിസീസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, ഫോറിൻ പോളിസി അല്ല. When were the cabinet ministers included as the members of the NDC? എന്ന് മുതലാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് NDCയുടെ മെമ്പറായി അവരെ ഉൾപ്പെടുത്തി തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ NDCയുടെ മെമ്പേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തി തുടങ്ങിയത്? എന്ന് മുതലാണ്? ഓപ്ഷൻ ബി അല്ലേയുടെ ആൻസർ. സിൻസ് 1967. ബാക്കിയുള്ളവരെല്ലാം തുടക്കം തൊട്ടേയുണ്ട്, NDCയുടെ ഫോർമേഷൻ തൊട്ടേയുണ്ട്. എന്നാൽ 1967 തൊട്ടാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കൂടി NDCയുടെ മെമ്പർ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. ഇതിനകത്ത് കറക്റ്റ് പെയർ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. കറക്റ്റ് ജോഡി ഏത്? ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു. ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ചെയർമാൻ ഓഫ് ദി അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഗുൽസാരിലാൽ നന്ദ. ആദർ ഓഫ് ദ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ M വിശ്വേശ്വരയ്യ. അപ്പോൾ ഇതിനകത്ത് എന്ത് ഇൻകറക്റ്റ് പെയറിംഗ്, തെറ്റായ പെയറിംഗ് ആണ് കേട്ടോ. തെറ്റായ പെയർ ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? കറക്റ്റ് പെയറിംഗ് അല്ല, തെറ്റായ ജോഡി. ഇതിനകത്ത് ഫസ്റ്റ് ജോഡി ശരിയാണ്, ഫസ്റ്റ് ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ചെയർമാൻ ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഗുൽസാരിലാൽ നന്ദ. തെറ്റാണ്, അവിടെ ആൻസർ കിട്ടി. ആദർ ഓഫ് ദ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ M വിശ്വേശ്വരയ്യ. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ തെറ്റായിട്ടുള്ള ജോഡി? ചെയർമാൻ ഓഫ് ദ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ആരാണ്? KC നിയോഗിയാണ് നമ്മൾ പഠിച്ചു. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ വാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ശരിയാണോ? തെറ്റാണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. NDC വാസ് ദ ഫൈനൽ അതോറിറ്റി ടു അപ്രൂവ് 5-year പ്ലാൻസ്. ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഡിസോൾവ്ഡ് ബൈ നരേന്ദ്രമോദി ഇൻ 2014. ശരിയാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 2 and 3 വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇക്കോണമി ഓഫ് പെർമനൻസ് വാസ് ആദർഡ് ബൈ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു, അതിന് മുന്നേയും പഠിച്ചിട്ടുണ്ട്. ഇക്കോണമി ഓഫ് പെർമനൻസ് അല്ലെ, ഗാന്ധിയൻ പ്ലാൻ ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞു. ആരാണ്? JC കുമരപ്പയാണ്. JC കുമരപ്പ. ഓപ്ഷൻ സി ആണ്. ദ റോൾ ഓഫ് NDC വാസ് ടു അഡ്വൈസ്. NDCയുടെ പങ്ക് ആരെ അഡ്വൈസ് ചെയ്യാനാണ്? എന്ത്? ഓൺലി ദ പ്ലാനിംഗ് കമ്മീഷൻ, ഓൺലി ദ നീതി ആയോഗ്, ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് ലേറ്റർ നീതി ആയോഗ്, ദ പാർലമെന്റ്. NDC ആ പ്ലാനിംഗ് കമ്മീഷനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, നീതി ആയോഗിനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടോ? നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. കാരണം പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടതിന് ശേഷവും NDC കുറച്ചു കാലം പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഗവേണിംഗ് കൗൺസിൽ വന്നപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രവർത്തനം എന്ത് ചെയ്തത്? നിർജ്ജീവമാകുന്നത്. NDCയുടെ പ്രവർത്തനം നിർജ്ജീവമാകുന്നപ്പോൾ നീതി ആയോഗിന്റെയും ഒരു അഡ്വൈസറായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഡിസൊല്യൂഷൻ ഓഫ് പ്ലാനിംഗ് ബോഡീസ് അല്ലെ, പ്ലാനിംഗ് ബോഡീസിന്റെ ഡിസൊല്യൂഷൻ പിരിച്ചുവിടപ്പെടലുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഡിസോൾവ്ഡ് ഓൺ August 17, 2014. ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഗവേണിംഗ് കൗൺസിൽ. NDC എന്തായി മാറി? ഗവേണിംഗ് കൗൺസിലായി മാറി. 2 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? നമ്മൾ പറഞ്ഞു പഠിച്ചതനുസരിച്ച് 2 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ കവർ ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് വീണ്ടും വീണ്ടും വായിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാം, പ്രത്യേകിച്ച് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സ്ലൈഡുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.